ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫിർഔനിൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷ തേടി യാത്ര തുടരുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മദിയൻ എന്ന ഒരു പ്രദേശത്തെത്തി. അവിടെ ഒരു ജലാശയത്തിനടുത്ത് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവർ അവരുടെ കാലികൾക്ക് ജലാശയത്തിൽ നിന്ന് വെള്ളം കോരി കുടിപ്പിക്കുകയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചുറ്റിലും വീക്ഷിക്കുമ്പോൾ കുറച്ചപ്പുറത്തേക്ക് മാറി രണ്ട് യുവതികൾ നിൽക്കുന്നു. അവരുടെ അരികിലും അല്പം നാൽക്കാലികളുണ്ട്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സമീപിച്ചു. ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ആ രണ്ട് യുവതികൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറുപടി കൊടുത്തു. ഈ ഇടയന്മാരെല്ലാം അവരുടെ കാലികൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലികൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഞങ്ങളുടെ പിതാവാണെങ്കിൽ വളരെയധികം വൃദ്ധനായ ഒരു മനുഷ്യനാണ്. ഈ സാഹചര്യം കണ്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജലാശയത്തിനരികിലെത്തുകയും അവിടെ നിന്ന് വെള്ളം കോരിയെടുത്ത് ഈ സ്ത്രീകളുടെ കാലുകൾക്ക് വെള്ളം നൽകുകയും ചെയ്യുന്നു. ഈ ചരിത്രം സൂറത്തുൽ ഖസസിൻ്റെ 23-24 സൂക്തങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിവിടെ പറയാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശ്വാസികളോട് ഏറെ ബഹുമാനത്തോടെയും കാരുണ്യത്തോടെയും സമീപിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ ഒരു വിഭാഗമാണ് സ്ത്രീകൾ. ഇസ്ലാമും സ്ത്രീയും പുതിയ കാലത്ത് വളരെയധികം തർക്കവിതർക്കങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പരിരക്ഷ, പദവി, ബഹുമാനം ഇവയെല്ലാം വിലയിരുത്തുന്നതിനുമപ്പുറത്ത് അവയെല്ലാം വക്രീകരിക്കുകയും ഇസ്ലാം സ്ത്രീകളെ ചങ്ങലക്കിടുന്നുവെന്നും ഇസ്ലാം സ്ത്രീകളെ ചാക്കിൽ പൊതിയുന്നുവെന്നും ഇസ്ലാം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്നുവെന്നും യുക്തിരഹിതമായ വാചോടാപങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഉള്ളത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഇസ്ലാം സ്ത്രീയോട് കരുണ കാണിക്കാൻ കൽപ്പിച്ചതിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശങ്ങളെക്കുറിച്ച് നാം ചർച്ചക്കെടുക്കുന്നത്. നമുക്കല്പം പഴയ കാലങ്ങളിലേക്ക് പോകാം. പുരാതനമായിരുന്ന ഗ്രീക്ക് പ്രവിശ്യ, യൂറോപ്യൻ നാടുകൾ, ആ നാടുകളിലെല്ലാം സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? എവിടേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത്? ഇസ്ലാം കടന്നു വരുന്ന കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സ്ത്രീകൾ എപ്രകാരമായിരുന്നു? അവരെ ഉത്ഥാനത്തിലേക്ക് നയിച്ച ഇസ്ലാമിൻ്റെ കൽപ്പനകൾ, ഇസ്ലാമിൻ്റെ സ്ത്രീകളിലേക്കുള്ള കാരുണ്യ നോട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു? അവ തീർച്ചയായും വിലയിരുത്തപ്പെടേണ്ടതും പഠിക്കപ്പെടേണ്ടതും അന്വേഷിക്കപ്പെടേണ്ടതുമാണ്. ഇസ്ലാമിലെ സ്ത്രീ സമത്വത്തെക്കുറിച്ചോ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന മറ്റു മേഖലയെക്കുറിച്ചോ ഉള്ള ചർച്ചകളിലേക്ക് നാം കടന്നാൽ അത് നമുക്ക് ചില എപ്പിസോഡുകൾ കൊണ്ട് ചുരുക്കാൻ സാധിക്കാതെ വരും. നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യാൻ പറഞ്ഞ വിഭാഗങ്ങളിലേക്കാണ്. സ്ത്രീകളോട് കരുണ ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തെല്ലാമാണ്? ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്കത് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.